കേരളത്തിൽ പഠിച്ച് പുറം രാജ്യങ്ങളിൽ ജോലി നോക്കുന്നവരാണ്. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ജോലി നോക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ഇവിടെ ഉള്ളവർക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് അങ്ങനെ ഇവിടെ പഠിച്ചിട്ട് പുറം രാജ്യങ്ങളിലേക്ക് ജോലി നോക്കുന്നതെന്ന്. ഇപ്പൊ കേരളത്തിൽ പഠിച്ചിട്ട് പുറം രാജ്യങ്ങളിൽ ജോലി നോക്കുന്നവരാണല്ലോ കൂടുതൽ. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും അൺഎംപ്ലോയ്മെന്റ് റേഷ്യോ വളരെയധികം കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് തന്നെ അറിയാം, നമ്മളെ പ്രൈവറ്റ് സാധനം മറ്റേ ഭാരത് പെട്രോളിയം, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ ഇന്ത്യയിലെ തന്നെ എത്ര ട്രെയിനുകൾ ഇവിടെ ഇപ്പോൾ വിറ്റ് കഴിഞ്ഞ് പ്രൈവറ്റ് വിറ്റ്. ഇപ്പോൾ എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട്, അതൊക്കെ എല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്, പ്രൈവറ്റൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം. അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാവരും പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്. വളരെയധികം നമ്മളിവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ തന്നെ എല്ലാം പ്രൈവറ്റൈസ്ഡായി കഴിഞ്ഞു. സത്യം പറഞ്ഞപ്പോൾ അദാനിയുടെ കയ്യിലാണ് ഇപ്പോൾ എല്ലാം ഇരിക്കുന്നത്. അത്ര പറയാനുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ കേരളത്തിൽ നിലം പഠിക്കാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ പറഞ്ഞാൽ ഇന്ത്യ എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഇത് എടുക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ പറയുന്നത്, ഇപ്പോൾ നരേന്ദ്രമോദി നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്നത് ഇന്ത്യ എന്താ പറയുക, സാമ്പത്തികമായിട്ട് വർദ്ധിക്കണം. അത് വർദ്ധിക്കുന്നത് ഈ പ്രൈവറ്റൈസ്ഡ് ആൾക്കാരുടെ പൈസ മാത്രമാണ് വർദ്ധിക്കണത്. സാധാരണക്കാരൻ്റെ മൂല്യങ്ങൾ, പൈസ ഇതൊന്നും മെച്ചപ്പെടുന്നില്ല. മനസ്സിലാവുക? അതുകൊണ്ടാണല്ലോ എല്ലാരും പുറത്തു പോയി ജീവിക്കാൻ പറ്റുന്നില്ല. ഇവിടെ അവസരങ്ങളില്ല. റെയിൽവേയിൽ തന്നെ എത്ര ഒഴിവുകൾ എടുക്കുന്നുണ്ട്, ആർക്കും ജോലി കൊടുക്കുന്നു, ഒരാൾക്കും ജോലി കൊടുക്കുന്നില്ല. അത്ര പറയാനുള്ളൂ. ഞാനും അങ്ങനെ പോകാൻ നിൽക്കുക ജർമ്മനിക്ക്. എന്തുകൊണ്ടാ ജർമ്മനി പോവാൻ താല്പര്യം കാണിക്കുന്നത്? ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോകാനായിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജർമ്മനി എന്തോ ഇഷ്ടം, എബ്രോഡ് പോയി പഠിക്കാനായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ടാണോ അത് എന്താ ഇവിടെ നിന്നിട്ട് അത്രയും നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള വേതനം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ? അതുകൊണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് പുറത്തോട്ട് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ഇത്രയും ഫെസിലിറ്റീസ് വരാത്തത്? അറിയില്ല. കുറച്ച് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അവർക്ക് പുറത്ത് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ പുറത്ത് പഠിക്കാൻ. എനിക്കിപ്പോൾ ബേസിക്കലി ഇവിടെ പഠിക്കാനാണ് ഇഷ്ടം. എനിക്ക് നാട് വിട്ട് പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നടക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ കാനഡയിലാണ്, ഞാനിവിടെ BMCയിലാണ് പഠിക്കുന്നത്. ഈ ഇപ്പം സെക്രട്ടേറിയറ്റിന് ഫ്രണ്ടിലുള്ള സമരം കണ്ടില്ലായിരുന്നോ? ഏതാ നാട് വിട്ട് പോകുന്നത് എന്തിനാണെന്ന് തോന്നുന്നത്? അത് ഇവിടുത്തെ സിസ്റ്റം മോശം കൊണ്ടായിരിക്കണം, എനിക്കറിയില്ല. ഫ്രണ്ട്സ് അത് അവർക്ക് അവിടെ പുറത്ത് പഠിക്കാനായിട്ടാണ് ഇഷ്ടം എന്ന് പറഞ്ഞു പോയതാണ്, അല്ലാണ്ട് ഇവിടുത്തെ ഇത് കാരണമല്ല. ഒന്നാമത്തെ മണി തന്നെയായിരിക്കും മാറ്റർ. കാരണം പുറത്തേക്ക് പോകുമ്പോൾ കൂടുതൽ ചാൻസസ്, ചില ജോബുകൾക്കൊക്കെ കൂടുതൽ ചാൻസസ് ഉണ്ടാവും. പിന്നെ പൈസയിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം കേരളത്തിൽ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ പുറത്ത് കിട്ടുന്നുണ്ടാവും. പിന്നെ മെൻറ്റാലിറ്റി, ആൾക്കാരുടെ മെൻറ്റാലിറ്റി, ചിലപ്പോൾ സൊസൈറ്റിയിലുള്ള ഡിഫറൻസസ് നല്ലോണം ബാധിക്കുന്നുണ്ടാവും. അങ്ങനെ കുറച്ച് ഡിഫറൻസ് ആണ് തോന്നുന്നത്. കേരളത്തിൽ സാലറി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ നിൽക്കും എന്ന് ഉറപ്പുണ്ടോ? എല്ലാവരും ഇവിടെ നിൽക്കുന്നില്ല. ചിലവർക്കൊക്കെ പുറത്ത് പോയി പഠിക്കാൻ ഉള്ളിൽ തന്നെ വേറെ രീതിയിൽ തന്നെ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുറേ പേരൊക്കെ നിൽക്കുമെന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള ഇവിടെ, അതായത് എടുക്കുന്ന പണിക്കനുസരിച്ച് അതിനുള്ള വേതനം ഇവിടെ കിട്ടുന്നില്ല എന്നാണ് ഞാൻ കണ്ടൊരു സംഭവം. പറഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അവിടെ അവർ അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസയും അതിൻ്റെ ഒരു 60% അല്ലെങ്കിൽ 50% അവിടെ തന്നെ ചിലവാക്കണം. ആ പണി അവർ ഇവിടെ വന്ന് എടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഒരു ഏകദേശം എമൗണ്ട് തന്നെ കിട്ടുള്ളൂ. പക്ഷേ നിങ്ങളീ പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു സാധാ ഒരു ബേസ് ആയിട്ടുള്ളൊരു സംഭവം പറയാം, കാറ്ററിംഗ് ജോബ് എടുക്കുകയാണെങ്കിൽ ഒരു 2010 അല്ലെങ്കിൽ ഒരു 15 കാലഘട്ടങ്ങളിൽ 350 രൂപയൊക്കെയാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും പോയിട്ടുണ്ട് ഈ പണിക്ക്. 350 രൂപയെ കിട്ടുള്ളൂ. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും കൊല്ലം, അതായത് 24ആയി, ഈ ഒരു ഗ്യാപ്പിലും ഒരു 200 രൂപ അല്ലെങ്കിൽ 250 രൂപ കൂടിയിട്ടുള്ളൂ. നമ്മുടെ ഒരു പോരായ്മ തന്നെയാണ് പൈസക്ക്. അപ്പൊ ഇവിടെ അത്രയും പൈസ ഇല്ലെന്നാണോ? അവിടെ ആകുമ്പോൾ തോനെ കിട്ടും, ഇവിടെ ആകുമ്പോൾ ഇത്തിരി കിട്ടും, അതല്ലേ? അപ്പൊ കേരളത്തില് ഇനി അങ്ങോട്ട് കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല്, പുറം രാജ്യങ്ങളിൽ ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ.
പുതിയതായി ഉണ്ടാക്കൂലേ. ആ. അപ്പോഴും പോവുമല്ലോ, കാരണം ഇവിടെയുള്ള ആൾക്കാർ ഫുൾ പഠിച്ചിട്ട് എന്താ പുറത്തോട്ടല്ലേ പോകുന്നത്. അപ്പൊ അവരെയൊക്കെ അച്ഛനും അമ്മ ഇവിടെ ഇല്ലേ, ആ. അപ്പൊ അവര് പുതിയതുണ്ടാക്കും. അപ്പൊ ആൾക്കാരെണ്ണം കൂടും. എന്ത് പുതിയതുണ്ടാക്കും? അവിടെ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പൊ കേരളത്തിൽ അങ്ങനെ ഇല്ലേ? ഉണ്ട്, പക്ഷെ ഇവിടെ കംപ്ലീറ്റ്ലി ഫുൾ ആയി കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണോ പുറത്ത് പോയി ജോലി നോക്കുന്നത്? വേറെ കുറെ റീസൺസ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഓവർ പോപ്പുലേഷൻ, പിന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഡ്രോബാക്സ് ആണെന്നും പറയാം. പിന്നെന്താ, ഇതൊക്കെ തന്നെ. പിന്നെ ഇവിടുത്തെ ഇപ്പോൾ പഠിച്ചിറങ്ങിയാലും ഇവിടുത്തെ സൊസൈറ്റിയിൽ പിള്ളേർക്ക് നിൽക്കാൻ താല്പര്യമില്ലായിരിക്കും. ലൈക്ക് ഇപ്പോൾ ജഡ്ജ്മെൻ്റൽ സൊസൈറ്റി ആയിരിക്കും, നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റൂലായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർ പുറത്തു പോകണം, കുറച്ചുകൂടി നല്ല അവരുടെ ഇഷ്ടത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ജീവിക്കാനൊക്കെ. അല്ല, ഇവിടെ അതിന് അനുസരിച്ചിട്ടുള്ള സാലറി കിട്ടുന്നില്ല എന്നുള്ളൊരു മറ്റൊരു കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സാലറിയും ഒരു ഫാക്ടറാണ്. ലൈക്ക് ഇപ്പോൾ അതിപ്പോൾ നമ്മൾ പഠിക്കണ കോഴ്സ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ പുറത്താണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി അവിടെ ഒരു ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു സാലറി ആയിരിക്കും, പക്ഷെ അവിടെ ഒരു ഡീസൻറ്റ് ലിവിങ്ങിനുള്ള സാലറി മാത്രമേ അവിടെ കിട്ടുള്ളൂ. അവിടെ കറൻസി കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല സാലറി ആയിരിക്കും. സാലറി ഒരു മാറ്ററാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ പഠിച്ച ജോബിന് തന്നെ പ്രൈസ് കുറവാണ്. പുറത്ത് എന്ന് പറഞ്ഞാൽ അതിന് പണം കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പിള്ളേരെല്ലാവരും പുറത്തേക്ക് എല്ലാവരും പോണേ. അപ്പൊ ഇവിടെ അത്രയും ഫെസിലിറ്റീസ് ഇല്ലാത്തോണ്ടാണോ പോണേ? ഈ ഫെസിലിറ്റീസ് ഇവിടെ കുറവാണ്. മെയിനായിട്ട് പുറത്താണ് കുറച്ചും കൂടി നല്ലത്. ഇവിടെ ഫ്രീഡം കുറച്ച് കുറവല്ലേ. റോഡായാലും എന്തായാലും ഇപ്പൊ ഭയങ്കര ബോറല്ല. അവിടെ ഭയങ്കര അടിപൊളി സെറ്റപ്പ് ഒക്കെ അല്ലേ. നല്ല ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ടാണോ അങ്ങോട്ട് പോണേ? പിന്നെ പണവും അവിടെയല്ലേ കൂടുതല്. നമുക്ക് അവിടെ പോയി സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. കേരളത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലോട്ട് പോകുന്നത് ഇവിടെ ബംഗാളീസും നോർത്ത് ഈസ്റ്റുകാർ ഇവിടെ അധികമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ആണുങ്ങൾ പണിയെടുക്കാൻ മടിയുള്ള ആൾക്കാരാണ് എൻ്റെ നിയമനം. അതുകൊണ്ടാണ് ഇവിടെ നിന്നും വിദേശത്ത് പോയി ആരും കാണാത്ത സ്ഥലത്ത് അവർ ജോലി ചെയ്ത് ഫാമിലിയെ നോക്കുന്നത്. വെളിയിൽ നിന്നുള്ള ബംഗാളീസ് ചേക്കേറുന്നു, അവർ ഇവിടെയുള്ള സമ്പാദ്യങ്ങൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെയുള്ള കുട്ടികൾ അവരെ പഠനം കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മറ്റു രാജ്യങ്ങളാണെങ്കിൽ വേക്കൻസി കൂടുതലാണ്, ഇവിടെ വേക്കൻസി കുറവാണ്. കേരളത്തിൽ വേക്കൻസി കുറവായതുകൊണ്ടാണ് അവർ പോകുന്നത്. കൂടുതലും ഓപ്ഷൻസ് പുറത്തോട്ടുള്ള രാജ്യത്തിലുണ്ട്. അതുപോലെ തന്നെ ക്യാഷും സൗകര്യങ്ങളും കൂടുതലുള്ളത് അങ്ങോട്ടാണ്. അതുകൊണ്ടാണ് കൂടുതലും അങ്ങോട്ട് പുറത്തു പോകാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നത് തന്നെ, പഠിക്കാനായാലും എന്തിനായാലും. കേരളത്തിൽ അങ്ങനെ സൗകര്യക്കുറവുണ്ടെന്നാണ് പറയുന്നത്. സൗകര്യം കുറവുണ്ടെന്നല്ല, കൂടുതലും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ആൾക്കാർ പുറത്തോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്.